ശ്യാം എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ടീച്ചറുടെ യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുത്തൊരു കുറിപ്പ് ഞാൻ വായിച്ചു. അദ്ദേഹം ടീച്ചറുടെ +2 പഠിപ്പിച്ച തൻ്റെ അധ്യാപികയുടെ യാത്രയയപ്പ് ചടങ്ങിന് ചെല്ലുകയും അദ്ദേഹം ആ ടീച്ചറെക്കുറിച്ച് എഴുതിയതും ആണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ശ്യാം പറയുന്നത് ആ ടീച്ചർ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഷി വാസ് എ ടോക്സിക് ടീച്ചർ എന്നാണ്. ഒരു കുട്ടികളെ ഒരു തലമുറയെ പഠിപ്പിക്കുന്നതിൽ നിന്നും ആ അധ്യാപിക എത്ര വലിയ പരാജയമായിരുന്നു എന്നാണ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ ടീച്ചറെ കുറിച്ച് ഓർക്കുന്നത്. അതിനകത്ത് ആ ടോക്സിക് ടീച്ചർ എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ്. കാരണം കാലം മാറി, പുതിയ കാലഘട്ടത്തിലെ ടീച്ചേഴ്സും കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇന്നത്തെ കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ ചെല്ലുമ്പോൾ വാട്ട് ഈസ് യുവർ എലിജിബിലിറ്റി എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ടോക്സിക് ആണെങ്കിൽ വി ആർ നോട്ട് എലിജിബിൾ, നമ്മൾ എലിജിബിൾ അല്ല കുട്ടികളുടെ മുന്നിലേക്ക് ചെല്ലാൻ. നിങ്ങൾ ടീച്ചറാണെങ്കിൽ നിങ്ങൾ ടോക്സിക് ആണോ അല്ലേ എന്നറിയാൻ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്താണ് ടോക്സിക് ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ 2-3 ഉദാഹരണങ്ങളൂടെ പറയാം. പഴയ കാലത്തൊക്കെ ടീച്ചേഴ്സിനെ നമ്മൾ ദൈവമായിട്ടൊക്കെ കണ്ടിരുന്നു. നമ്മളൊക്കെ ഒരുപക്ഷെ പഠിക്കുന്ന കാലത്ത് ടീച്ചേഴ്സായിരുന്നു നമ്മുടെ കണ്ട ദൈവം. കാരണം എന്താ, ടീച്ചേഴ്സിന് മാത്രമേ അന്ന് അറിവുണ്ടായിരുന്നുള്ളൂ. കൃത്യമായിട്ട് ധാരണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നത് ടീച്ചേഴ്സിന് മാത്രമാണ്. നോളജ് ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ് ടീച്ചേഴ്സ്. അന്ന് ടീച്ചേഴ്സ് അല്ലാതെ വേറൊരു വഴിയില്ല. മുതിർന്നവരും അധ്യാപകരും കാരണവന്മാരും മാത്രമാണ് അന്ന് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കാനുള്ള ഏക മാർഗം. ഇന്ന് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ 100 കണക്കിന് മാർഗങ്ങളുണ്ട്. ഇന്ന് ടീച്ചർ ഇല്ലെങ്കിലും കുട്ടികൾക്ക് അറിവ് നേടാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ടീച്ചറെ ദൈവത്തെ പോലെ കാണുന്ന കാലമൊക്കെ പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ടോക്സിക് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം ഇന്നത്തെ തലമുറ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇനി എന്താണ് ടോക്സിക് ടീച്ചർ? നിങ്ങൾ ടീച്ചറാണെങ്കിൽ നിങ്ങൾ ടോക്സിക് ആണോ എന്നുള്ളത്. ടീച്ചർ എല്ലാ കാര്യത്തിലും നെഗറ്റീവായിട്ട് കാണുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ കുട്ടികൾ തെറ്റ് ചെയ്താൽ തന്നെ അതിൻ്റെ നെഗറ്റീവ് വശം മാത്രം കാണുക. അപ്പോൾ ടോക്സിക് ടീച്ചേഴ്സിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ അവർ എന്ത് പറയുമ്പോഴും ചെയ്യുമ്പോഴും ടീച്ചറാണെങ്കിൽ എല്ലാത്തിനും നെഗറ്റീവ് സൈഡ് കാണും. അത് സ്റ്റാഫുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, സ്കൂളുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, കുട്ടികളുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, പാരൻസുമായി എല്ലാത്തിലും. ഇപ്പോൾ ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്താൽ തന്നെ അവൻ അങ്ങനെ ചെയ്തു, അവനായതുകൊണ്ട് അത് ചെയ്യും നിർബന്ധമായിട്ടും. അവനത് ചെയ്തില്ലെങ്കിൽ എല്ലാത്തിനും നെഗറ്റീവ് സൈഡ് മാത്രം കാണുന്ന ആളാണെങ്കിൽ ടീച്ചർ ടോക്സിക് ആണ്, ഒരു സംശയമില്ല. അതേപോലെ കുട്ടികളെ പബ്ലിക്കായിട്ട് ഹ്യൂമിലിയേറ്റ് ചെയ്യുക, കുട്ടികളെ വളരെ വലിയ രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്നത്, കുട്ടികളെ കുറിച്ച് പറയുന്നത് തന്നെ. കുട്ടികളോട് നമ്മൾ അധ്യാപകരോട് പറയാറുണ്ട്, കുട്ടികളെ തിരുത്തി കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ രഹസ്യമായിട്ട് തിരുത്തി കൊടുക്കണം, പരസ്യമായിട്ട് ഹ്യൂമിലേറ്റ് ചെയ്യരുത്. എല്ലാവരുടെ ഇടയിൽ വെച്ച് ആ ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് അത് വളരെ വേദന ഉണ്ടാക്കും. അപ്പോൾ ടോക്സിക് ടീച്ചേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് പബ്ലിക്കായിട്ട് കുട്ടികളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ടീച്ചേഴ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരിക്കും. അവർ പരസ്യമായിട്ടൊന്നും ആളുകളുമായിട്ടും സംസാരിക്കില്ല. കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി കുറവായിരിക്കും. കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ ടോക്സിക് ടീച്ചേഴ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ വളരെ പൂറായിരിക്കും, ഏറ്റവും മോശപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതേപോലെ തന്നെ ഇവർക്ക് യാതൊരു എമ്പതി ഇല്ല. കുട്ടികളോടൊരു സ്നേഹമോ അതല്ലെങ്കിൽ കുട്ടികളോട് ഏതെങ്കിലും തരത്തിലുള്ള സഹതാപമോ അനുകമ്പയോ അതൊന്നും ഇവരുടെ മനസ്സിലില്ല. കുട്ടികൾ അവരുടെ പെരുമാറ്റത്തിലും ഭാഷയിലും ബോഡി ലാംഗ്വേജിലും എല്ലാം കുട്ടികളോട് ഏതോ തരത്തിലുള്ളൊരു അവർ അഗ്രസീവായിരിക്കും. അവരൊരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടായിരിക്കും ഇവർ പെരുമാറുന്നതെല്ലാം തന്നെ. അത് അവരുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ ഉണ്ടായിരിക്കും. ഇപ്പോൾ വാഴ സിനിമയിൽ മുജീബ് മാഷ കണ്ടാൽ നമുക്കറിയാം. അധ്യാപകരെല്ലാം വാഴ സിനിമ പോയി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. മുജീബ് മാഷ കണ്ടാൽ അറിയാം, മുജീബ് മാഷ ശരീരഭാഷയിൽ തന്നെയുണ്ട്, ആ കഥാപാത്രത്തിൽ ആ ശരീരഭാഷയിൽ തന്നെയുണ്ട് അദ്ദേഹം ടോക്സിക് ആണെന്നുള്ളത്. അപ്പോൾ ഈ എല്ലാത്തിലും പിന്നെ ഇവർ തന്നെ വേറൊരു കാര്യം ചെയ്യും. ടോക്സിക് ആണെങ്കിൽ എല്ലാം ഓവർ കൺട്രോളിങ് ആണ്. വല്ലാതെ നിയന്ത്രണം കുട്ടികൾക്ക് മേൽ കൊണ്ടുവരികയും വളരെ വലിയ രീതിയിൽ കുട്ടികൾ എന്ത് ചെയ്യും, നിയന്ത്രിക്കുകയൊക്കെ ചെയ്യും. കുട്ടികൾക്ക് യാതൊരു സ്വാതന്ത്ര്യം അവർ കൊടുക്കില്ല. സ്വാതന്ത്ര്യം കൊടുക്കാൻ ഇവർക്ക് പേടിയാണ്. ഇവരെന്ത് ചെയ്യില്ല, ടോക്സിക് ആണെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യില്ല, കുട്ടികളെ സ്വാതന്ത്ര്യം കൊടുക്കുകയില്ല. ഒരു ഇച്ചിരി സ്വാതന്ത്ര്യം കൊടുത്താൽ ഇവന്മാർ തലേ കയറുന്ന ടീച്ചേഴ്സ് പറയാം. ടോക്സിക് ടീച്ചേഴ്സിൻ്റെ ലക്ഷണമാണ് കുട്ടികൾക്ക്. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കുട്ടികളെ വൈകാരികമായിട്ട് അവരെന്ത് ചെയ്യും, നീ നന്നാവില്ലടാ, അതല്ലെങ്കിൽ നീ തോൽക്കുമടാ, നീ അനുഭവിക്കും, നീ കഷ്ടപ്പെടും, നിന്നെക്കൊണ്ട് ഇത് കഴിയില്ല, എല്ലാ കാര്യത്തിലും കുട്ടികളെ എന്ത് ചെയ്യും, ഇമോഷണലി അവരെന്ത് ചെയ്യുന്നറിയോ, മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ടോക്സിക് ടീച്ചേഴ്സിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ മാത്രമല്ല ഇവർ വളരെ വലിയ രീതിയിൽ പാർഷ്യാലിറ്റി കാണിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട 2-4 കുട്ടികളുണ്ടെങ്കിൽ അവരെ ഒരു ഏറ്റവും വളരെ വലിയ രീതിയിൽ ഇവനെ കണ്ടുപിടിക്കുക, അവളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മെജോറിറ്റി കുട്ടികൾ എന്തില്ല, ഇവരുടെ മുന്നിൽ ഒന്നുകിൽ കുറ്റവാളികളായിരിക്കും, അല്ലെങ്കിൽ കുഴപ്പക്കാരായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രം സൃഷ്ടിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ടോക്സിക് ടീച്ചേഴ്സ്, ശ്യാം പറഞ്ഞ കാര്യത്തിൽ ശ്യാമിൻ്റെ കുറിപ്പുകളോട് ഒരുപാട് തരത്തിൽ എനിക്ക് വിയോജിപ്പുകളുണ്ടെങ്കിലും, പക്ഷേ ശ്യാം പറഞ്ഞ പോലെയുള്ള ടീച്ചേഴ്സ് ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ടീച്ചേഴ്സ് ഈ വെക്കേഷനിലെങ്കിലും ഒന്ന് ആത്മപരിശോധന നടത്തണം.
ഞാനൊരു ടോക്സിക് ടീച്ചറാണോ? ആണെങ്കിൽ ഞാൻ ഏതെല്ലാം തരത്തിൽ മാറേണ്ടിയിരിക്കുന്നു? ഈ പ്രത്യേകിച്ചും ഈ ജെൻസി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നിർബന്ധമായിട്ടും ടോക്സിക് സ്വഭാവം നമുക്കുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു സംശയം വേണ്ട, കുട്ടികൾ നമ്മെ തിരുത്തും. കുട്ടികളെ ചേർത്ത് പിടിക്കണം, പണിഷ്മെൻറ്റ് കൊടുക്കണം, ചേർത്ത് പിടിക്കണം, തിരുത്തണം, ഇതെല്ലാം ചെയ്യണം. പക്ഷെ നമ്മൾ ടോക്സിക് ആവരുത്.